അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ലഹരിക്കെതിരുള്ള ഒരു പോരാട്ടമാണ്. നമ്മുടെ എത്ര ആൾക്കാരുണ്ട് ഏകദേശം? ഒരു മിനിറ്റ് 250 ആളുണ്ട്. പെരിന്തൽമണ്ണെന്ന് ചാപ്പനങ്ങാടി വരെ 22 കിലോമീറ്ററോളം അല്ലേ? അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയതാ? 6 മണിക്ക്. അപ്പൊ 250 ആളുണ്ട്. ഇതെന്താ നമ്മളെ ഈ ലഹരിക്കെതിരെ എന്നുള്ള എന്ത് മുദ്രാവാക്യമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്? ഇതുകൊണ്ടുണ്ടാണ് ഭവിഷ്യത്ത്. ഇതിന് നേതൃത്വം കൊടുക്കണ ആരാ? ഇത് ഇസ്മായിൽ മാഷാണ്. ചാപ്പനങ്ങാടി സ്കൂള് ഹൈസ്കൂൾ ഹെഡ് മാഷ് ഇസ്മായിൽ മാഷാണ് ഇതിന് നേതൃത്വം കൊടുക്കണേ. സാബ് ഇസ്മായിൽ അല്ലേ? അപ്പൊ ഇത് കണ്ടങ്ങള് പെരിന്തൽമണ്ണിൽ നിന്നും ഇവര് നേരെ പടപ്പറമ്പ് വഴി ചാപ്പനങ്ങാടിയിലേക്ക് 22 കിലോമീറ്റർ രാവിലെ നടത്താൻ തുടങ്ങി 6 മണിക്ക്. അപ്പൊ അഭിമാനാണ്. ഇത് എന്തിനാ അറിയോ? അവർക്ക് അതായത് ഒരു സത്യമുണ്ട്. ഒന്ന് നമുക്ക് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ അല്ലേ? രണ്ടാമത് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയും ജാതി മതം പറഞ്ഞിട്ടും ഈ 2 വിഭാഗമാണ് ഇപ്പൊ നമ്മുടെ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മോചിത ആവന്നമാണ് അല്ലേ? അത് നല്ല നിലയില് അതെ. അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എത്ര വയസ്സായി? അപ്പൊ ഈ എങ്ങനെ എന്താ പറയാനുള്ളത്? വളരെ നല്ല ഒരു പ്രചരണം ആയിട്ടാണ് ഇത് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിനെ നാടിനെ മൊത്തത്തില് ബോധവൽക്കരിക്കുകയും അതുവഴി നമ്മുടെ പുതുതലമുറയെ കാർന്നു തിന്നുന്ന ഈ ഒരു ലഹരി അതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. മാതാവിനെ അടിക്കണതും വെട്ടണതും. ഇന്നലെ മിഞ്ഞാന്നിട്ട് പുതിയ വീഡിയോ ഉണ്ട് അല്ലേ? അതിന്റെ കവളൊക്കെ അങ്ങോട്ട് മുറിച്ചിക്കണ്. അപ്പൊ ഇതൊക്കെ ഈ ലഹരി കൊണ്ടുണ്ടായിത്തീരുന്ന അപകടമാണ്. ഇപ്പൊ നമ്മുടെ സർക്കാരും പോലീസും അതായത് ഇപ്പൊ പെരിന്തൽമണ്ണ തഹസിൽദാറുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാൻ സാഹിബെ എവിടെയാണോ ലഹരി ഉള്ളത് നിങ്ങളൊരു ടെൻഷനും വേണ്ട, ഞങ്ങൾക്ക് ആ വിവരം അറിയിക്ക്, ഞങ്ങൾ അവിടെ ഉണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസിന്റെ ഭാഗത്തുനിന്നാവട്ടെ, എക്സൈസ് ആവട്ടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോട്ടെ എല്ലാവരും ഒറ്റക്കെട്ട ഇതിന് തടയിട്ടേ പറ്റൂ. അതേമാതിരി മറ്റൊരു സങ്കടം കൂടെ പറയുള്ളത്, നമ്മുടെ നാട്ടില് എല്ലാവരും മനുഷ്യരാണ്, സ്നേഹത്തോടെ ജീവിക്കണം അല്ലെ? ജാതി മതം നോക്കാതെ മനുഷ്യനെ സഹായിക്കുമ്പോൾ സ്നേഹിക്കുമ്പോഴാണ്. എല്ലാ മതത്തിലും അതാണല്ലോ പറയുന്നത് അല്ലേ? അപ്പൊ ഞങ്ങൾ ബ്ലോക്ക് മെമ്പർ ഉണ്ട്, ഇവിടുത്തെ മങ്കട ബ്ലോക്ക് മെമ്പറാണ് മമ്മൂട്ടിയാക്ക. ഞങ്ങൾ നിഹാലിന്റെ വക എല്ലാവർക്കും ദാഹജലവും ജ്യൂസും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടങ്ങൾ ഇവര് ഓരോ ടീമുകളായിട്ട് തന്നെ രാവിലെ 6 മണിക്ക് നടത്താൻ തുടങ്ങിയതാണ് പെരിന്തൽമണ്ണ നിന്നും. അപ്പൊ ഇവർക്കൊക്കെ ഇത്രയും ഈ ത്യാഗം ചെയ്യുന്നത് നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടണം, ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ നാട് നശിച്ചു പോരുത് എന്ന നല്ലൊരു സന്ദേശത്തോടെയാണ്. മാഷാ അല്ലാഹ്. ഇക്കാരുടെ പേരെന്താ? കോട്ടക്കൽ ചൂനൂര് റഹീംക. എത്ര വയസ്സായി? 58. നിങ്ങളെ കാട്ടി ഒരു വയസ്സ് കേട്ടാ. അല്ല, ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും വലിയ അപകടത്തിലാണ് ലഹരിയും ജാതി മതവും, ആ 2 വിഷയത്തില്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ നടത്തത്തിൽ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ചെറുപ്പക്കാരായ കുട്ടികളും വലിയവരും എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതിരോധം തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഭാവി തലമുറ ഒരു ഭയാനകമായ പ്രതിസന്ധിയാണ് നേരിട്ട് കൊണ്ടിരിക്കുക. വാപ്പിയും മക്കളും, പെങ്ങള്, സഹോദരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പാശ്ചാത്യ ജീവിത ശൈലിയിലേക്ക് നമ്മൾ പോകേണ്ടുന്ന ഒരവസ്ഥയായിരിക്കും. പ്രതിരോധം തീർക്കേണ്ടവർ പ്രതിരോധം തീർത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് സാബു ഇസ്മായിൽ സാറ് ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തെടുത്തതിൽ വളരെയധികം സമൂഹത്തിന് മാതൃകാപരമായ ഒരു വലിയ സന്ദേശം ഇതിലടങ്ങിയിട്ടുണ്ട്. ആ വിഷയത്തിൽ സാബു ഇസ്മായിൽ സാറിനെ വളരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഇതുപോലൊരു റിട്ടയർമെന്റ് ആർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തികച്ചും അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ഓരോരുത്തരും നെഞ്ചോട് ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ
ഈ ഇതിൽ ഭാഗമാക്കുകയാണ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് 4:30 മണിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. 5:30 മണി എന്ന് പറഞ്ഞതാണ്. 6 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3-3.5 മണിക്കൂറാവും ശാന്തനവാടി എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ടീം ബാക്കിൽ വളരെ ഊർജ്ജസ്വലതയോടെ ഒരു പറ്റം യുവാക്കളും ചെറുപ്പക്കാരും എല്ലാം ഇതിന്റെ ബാക്കിൽ അണിനിരന്ന് വരുന്നുണ്ട്. എല്ലാവരും നിങ്ങളെല്ലാവരും ആശീർവദിക്കുക, അനുമോദിക്കുക. അല്ല സാർ ഇസ്മായിൽ മറ്റേ സാറാണ്ട് പോയ സാബു സാറ് വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും അവിടേക്ക് കൂട്ടിക്ക് ബ്ലോക്ക് മെമ്പറെ അഭിനന്ദനം അറിയിച്ച്. ഇത് നമ്മളെ ബ്ലോക്ക് മെമ്പറാണ് മങ്കട ഓം മൈമുട്ടിയാക്ക. അതെ അതെ. അപ്പൊ ദാഹജലം കൊടുക്കുക, ജ്യൂസ് കൊടുക്കുക, ഇങ്ങനെയുള്ള ത്യാഗം ചെയ്യുമ്പോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇത് ഇന്നത്തോടെ നിർത്തിയുണ്ടോ അതോ ഇനി എങ്ങനെ ഇതിന്റെ പദ്ധതികൾ കണ്ടിന്യൂ ആയിട്ട്? അതായത് ഈ നാട്ടില് സത്യത്തില് എല്ലാ വിഭാഗം ആൾക്കാരും ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട സമയമാണ്. അത്രയും വിപത്ത് ഉണ്ടെങ്കിൽ അത് അടിച്ചമർത്തിയേ പറ്റൂ അല്ലേ? അത് ഇനി മുന്നോട്ട് പോയാല് നമ്മളാരും പിടിച്ചോട് കിട്ടൂല. ആദ്യം ചെറുതായിട്ട് ഒറ്റ പ്രാവശ്യം സാമ്പിൾ നോക്കിയാൽ മതി എന്നാണ്. പിന്നെ അതിന് അഡിക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ സമൂഹം തന്നെ തകർന്നു, സാമൂഹ്യ വ്യവസ്ഥയും തകരും. മൊത്തം ഒരു തകർച്ചയാണ് നമുക്ക് നേരിടാൻ പോകുന്നത്. എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ കൂലങ്കഷമായി ചിന്തിച്ച് ഇതിനെ സംബന്ധിച്ച് ഇതുപോലുള്ള സന്ദേശയാത്രകൾക്ക് നിങ്ങളെല്ലാവരും വീണ്ടും പ്രോത്സാഹനം ഏർപ്പെടുത്തണം. നിങ്ങൾ ഇതുപോലെയുള്ളവർ ഈ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും നടത്തും ഉഷാറാവട്ടെ, പഠിച്ച ആരോഗ്യം തരട്ടെ, നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടട്ടെ. നമ്മുടെ മക്കളാണല്ലേ എല്ലാത്തിന്റെയും വിപത്ത്, നമ്മളെ മക്കളിലാണ് ഓരോ രക്ഷിതാക്കളും പ്രതീക്ഷ. അത് ഇത്തരത്തിലുള്ള ഈ വിപത്ത് കുടുങ്ങിയാല് ആ മക്കളെ ഭാവി നശിച്ചു, നമ്മളെ പ്രതീക്ഷ നശിച്ചു. ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ മകൻ പോവില്ല, എന്റെ മകൻ ഉൾപ്പെടില്ല, അങ്ങനത്തെ കുട്ടിയല്ലാന്ന്. പക്ഷെ രാത്രിയോ അവന്റെ കൂട്ടുകെട്ടോ നമ്മൾ അന്വേഷിക്കാതെ ഇരുന്നാല് അപകടത്തിൽ പെട്ടിട്ട് പിന്നെ നമ്മൾ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ അനുഭവം ഉണ്ട്. എന്റെ മകനായിട്ട് പെടൂലാറിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആ പാവം രക്ഷിതാവ് കരയുണ്ട്. അപ്പൊ അത് വലിയ സങ്കടമാണ്. ഏതായാലും ഇൻഷാല്ലാ ബിഗ് സല്യൂട്ട് ഇൻഷാല്ലാ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇവർക്കൊക്കെയാണ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. നാടിന്റെ വിപത്തായ നശിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം ഇവര് സജീവമായിട്ട് നമ്മുടെ നാടിന്റെ ഒരു മെസ്സേജാണ് ഇവർ അയക്കേണ്ടത്. കാരണം നാളെ നമുക്ക് നമ്മുടെ നാടിലെ വളർന്നു വരുന്ന സമൂഹത്തിലെ നമ്മളെ മക്കൾ രക്ഷപ്പെടണം. എന്താ പറയുള്ളത് അസുപ്പ? സംഘടിപ്പിച്ച ഈ പരിപാടി വല്ലാത്ത മാതൃകാപരമായ ഏകദേശം ഒരു പടപ്പറമ്പില് കുറെ ആളുകൾ എത്തിക്കഴിഞ്ഞു. കാരണം രാവിലെ അസുപ്പ ഒരു ജ്യൂസാണ് കൊടുക്കുക, ഒരു ജ്യൂസ്. ഈ ഓട്ടം ചാപ്പനങ്ങാടിയാണ് അവസാനിക്കുന്നത്. 100-ൽ പരം ആളുകളാണ് ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളികളായിക്കൊണ്ട് ലഹരിക്കെതിരെ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏകദേശം 10 കിലോമീറ്റർ അവർ നടന്ന് പട്ടണത്തിലെത്തി ചാപ്പനങ്ങാടി വരെ എത്തണം. അപ്പോൾ 100-ൽ പരം ആളുകളാണ് ഇത്തരത്തിലാകണം. അല്ല 200 ചില ആള് 200 എത്ര ആളാ? 200 ചില ആളാണ് പുറപ്പെട്ടാണ്. അതും 58 വയസ്സായ ആളുകൾ വരെ. അതെ, ഇത് 157-ാമത്തെ ആളാണ് ഈ കാക്ക. എന്താണ് സാബു ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം അഭിനന്ദനാർഹമാണ്. കാരണം നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരിസ്ഥിതിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സമൂഹം ആകെ കാരണം ഈ ലഹരിക്കെതിരെ ലഹരിയിൽ അടിമപ്പെട്ട് നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ കുട്ടികൾ, നമ്മളെ കൂട്ടുകാരന്മാർ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒരു വിപത്തിലേക്കാണ് നീണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള ഈ പോരാട്ടം വളരെ പ്രശംസനീയമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരത്തിലൊരു മാതൃകാപരമായിട്ട് പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലും എല്ലാത്തിൽ നിന്നും ഉണ്ടാകണമെന്നാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടില് ലഹരി എന്ന വിപത്ത് ചെറിയ വിഷയമൊന്നല്ല. ഇപ്പൊ നമ്മുടെ ഈ ലഹരിന്റെ വിഷയത്താല് എത്രങ്ങാനും കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ലഹരിയാണ് പിടിച്ചതെന്ന് നമ്മൾ അത്ഭുതമാണ്. ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റ് നടന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. എത്രയോ മക്കളതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. ഒരു പടി മക്കള് ഇപ്പൊ രക്ഷിതാക്കളൊക്കെ ഭയത്തിലാണ്. നമ്മൾ കള്ളന്മാരെ പേടിച്ചിട്ടായിരുന്നു നമ്മളെ വീടിന് ഏറ്റവും വലിയ താക്കോലും പൂട്ടൊക്കെ ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളെ സ്വന്തം മക്കളെയാണ് ഏറ്റവും വലിയ പേടി. കാരണം എന്താ കിട്ടിയച്ചായിട്ട് വെട്ടാൻ ഒരു മടിയില്ലാതെ, കൊല്ലാൻ ഒരു മടിയില്ലാതെ, അത്രയും ക്രൂരമായ മനസ്സ് നമ്മളെ മക്കൾക്ക് ലഹരി എന്ന വിപത്ത് കൊണ്ട് അവർക്ക് അതിനൊരു മടിയില്ല. കാരണം ആ ലഹരിയാണ് അവരെ ആ വഴിതെറ്റിച്ച ജീവിതത്തിലേക്ക് എത്തിച്ച് അവര് നല്ല നമ്മൾ വിചാരിക്കും ഇഷ്ടമുള്ള കാശ് ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന
സമ്പത്ത് നമ്മളെ മക്കള് സന്തോഷത്തിലാവട്ടെ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളെ പഴയ കാലത്ത് നമുക്ക് സാധിക്കാത്തത് അവർക്ക് സാധിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മാക്സിമം കടം പേടിച്ചിട്ടായാലും പോലും നമ്മളെ മക്കളെ സഹായിക്കും. പക്ഷെ ഇന്ന് അവര് ആ സഹായം നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ലഹരി ലഹരിന്റെ വിൽപ്പനക്കാരായ മൃഗങ്ങള്, കൂട്ടത്തിലും കൂട്ടാൻ പറ്റാത്ത മനുഷ്യരെ കൂട്ടത്തിലായാലും അവർ കൂട്ടില്ല. ആ അവര് നമ്മളെ കുഞ്ഞുമക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ രക്ഷിതാക്കളും മക്കളെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇത് കണ്ടങ്ങൾ പോയി എത്രയോ ദൂരത്തിനാണ് നടന്നതല്ലേ. ഈ നടത്തം പെരിന്തൽമണ്ണെന്ന് തുടങ്ങിയതാ. ഈ നടത്തം നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. നമുക്കും സ്വന്തമല്ല, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. ഇത് ഇന്ന് പെരിന്തൽമണ്ണ മുതൽ ചാപ്പനങ്ങാട് വരെ 22 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ? നമ്മള് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു HM ഉണ്ട്, മാഷ്. അതെ, ടൂർണമെന്റ് ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് അവര് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. പക്ഷെ അതിലേറെ ഏറ്റവും ഗുണകരമായിട്ട് രണ്ട് കാര്യം നമുക്കും ആരോഗ്യത്തിനും, അതായത് ഒന്ന് ഏറ്റവും വലിയ അപകടം ഇന്ന് നമ്മുടെ നാട്ടില് നമ്മളെ മക്കളിൽ നമ്മള് ഭയത്തിലാ. നമ്മള് കള്ളന്മാരെ പേടിച്ചിട്ട് നമ്മൾ പൂട്ടിട്ടീന്ന്. ഇപ്പൊ നമ്മളെ മക്കളെ പേടിച്ചിട്ട് നമുക്ക് അകത്ത് കിടക്കാൻ പോലും ധൈര്യമില്ല. ആ അവസ്ഥയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ അപ്പൊ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുക, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മക്കൾ നാളെ നശിച്ചു പോകാതിരിക്കാനുള്ള നല്ലൊരു മെസ്സേജ്. ഏതായാലും ബിഗ് സല്യൂട്ട് നടക്കട്ടെ നമ്മുടെ നാടിന്റെ ഈ പുണ്യപ്രവൃത്തി. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അപ്പൊ കണ്ടല്ലോ നിങ്ങൾ, അവരൊക്കെ ഈ നല്ല ഉദ്ദേശത്തോടെ പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നമ്മളെ മക്കൾ നശിച്ചു പോകരുത്, അവരെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. 22 കിലോമീറ്ററോളം രാവിലെ മുതൽ. അവർക്ക് വരെ ജ്യൂസ് കൊടുത്താണ്. ജ്യൂസ് ഇത് നാളെ മണ്ടാൾ ഉള്ള ആൾക്കാരാണ്, ഓടാളെ. കുടിച്ചാണ് മക്കളെ. അവിടെയൊക്കെ ഒരു കാര്യം ചോദിച്ചാണ്ട്. പിന്നെ അല്ല, ഇപ്പൊ ഇന്ന് ആ വരുന്ന കാക്കാരെ കണ്ടില്ല നിങ്ങള്? ഓല് എന്തിനാ ഓടുന്നുണ്ട്? അപ്പൊ ആ ഓടിയ ആൾക്കാര് അല്ല, അപ്പൊ പോയില്ലേ? ആ ആൾക്കാർ എന്തിനാ ഓടുന്നത് അറിയാം? അതായത് എന്റെ കുട്ടികളെ പോലുള്ള കുട്ടികള് ഈ ലഹരി എന്ന ആൾക്കാരുണ്ടല്ലോ, കള്ള ഹിമാറുകള്, അവര് ഈ ലഹരി നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കൊണ്ട് ഉപയോഗിപ്പിച്ചുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയാണ്, സമൂഹത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കെണി കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഇതൊന്ന് ഉപയോഗിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട്, ഒരു വട്ടം ഉപയോഗിച്ചൊക്കെ പറഞ്ഞിട്ട് ആര് തന്നാലും അവർക്ക് അമറര് കൊടുക്കണം. സ്കൂളിലെ മാഷോടും അല്ലെങ്കിൽ രക്ഷിതാവിനോടും എന്റെ കുട്ടികൾ പറയണം, ഇങ്ങനെ ഒരാളുണ്ട്, ഞങ്ങൾക്ക് വീട് തരാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് തരാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ ആളെ പിടിക്കണം എന്നുള്ള. എന്റെ കുട്ടികളെ അങ്ങനത്തെ പോലെ അടിച്ചമർത്തണ്ടാ. ലഹരി എന്ന് പറഞ്ഞ സാധനമായിട്ട് പോരുതിട്ടാ. ഏത് ലഹരി ഉപയോഗിക്കാറിയാം? പാവപ്പെട്ടവൻ വിശന്ന് കിടക്കുമ്പോ ഓൽക്ക് ഭക്ഷണം കൊടുക്കാം, അതൊരു ലഹരിയാണ്. അത് മറക്കരുതിട്ടാ. ഇൻഷാ അല്ലാഹ്. അപ്പൊ 22 കിലോമീറ്റർ ആണ് ഇപ്പൊ ഇന്ന് നടക്കും. അപ്പൊ ഈ നടത്തത്തില് എന്താ അന്നത്തെ മെസ്സേജ്? അയ്യോ, ഫുട്ബോളായിട്ട് കായികപരമായിട്ട് അങ്ങനെയൊക്കെയാണ് അതിന്റേതായ ഒരു. കാരണം ഇന്ന് പേടിയില്ല നമ്മുടെ നാടില്, നാടും നഗരം ഒക്കെ രീതിയിലാണ്. അപ്പൊ നാം അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ആരോഗ്യത്തിനും ഒരു സംരക്ഷണം, നമ്മുടെ നാടിന് ഒരു മെസ്സേജ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. ആ വണ്ടികളും ഒന്ന് നിർത്തി കൊടുത്താണ്. കുട്ടികളാണ് കിടക്കുന്നുണ്ട്. ഏയ് പോകുന്നു. അപ്പൊ ഇന്ന് 22 കിലോമീറ്റർ ആണ് നടത്തം. ഈ നടത്തത്തിന്റെ ഇന്നത്തെ നമ്മളെ ആരോഗ്യത്തിന്റെ രഹസ്യം, നമുക്ക് ആരോഗ്യം നമ്മുടെ നാടില് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി വിപത്തിനെ നശിപ്പിക്കുക. ഇതിലെന്ന് കിട്ടുന്ന സന്തോഷം എന്താ? ഇതിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ്. അതായത് ആന്റി ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു ഇവന്റ് ആണ് ഇന്നത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എല്ലാ നന്മയും നേരെയാണ് നമ്മുടെ സമൂഹത്തില് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാകട്ടെ. ഹലോ സാറല്ലേ? അല്ല, എന്റെ കുട്ടി എത്ര മണിക്ക് അവിടെ എത്തി? നമ്മൾ വീടെടുത്തിട്ട് അല്ല 6:10.
6:10 മുതൽ നമ്മളിപ്പോ 22 ഇനിയിപ്പോ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 6 കിലോമീറ്റർ ഉണ്ടാവും. ഈ 6-7 കിലോമീറ്റർ ഉണ്ടാവും. അല്ല ഇന്ന് നമ്മൾക്ക് എന്താ പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ഈ ലഹരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഓടിക്കുന്നത് നടക്കാൻ കഴിയില്ല. യെസ്, ഞങ്ങളിത് ലഹരി ഉപയോഗിക്കാൻ ഞങ്ങൾ ആ സാധനത്തിൽ നോക്കില്ല. അതെ, അങ്ങനത്തെ ആൾക്കാരും എന്തെങ്കിലും അത് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ എത്താൻ കഴിയുന്നുണ്ട്. ഇത്രയും യാത്ര നടന്നിട്ട് നമുക്കൊരു ക്ഷീണമില്ല. ഇത്രയും നമ്മൾ നടക്കും. ഞങ്ങൾ കേട്ടല്ലേ ഞങ്ങള് പാലക്കാടേക്ക് ഇനിയുമാണ് നടക്കും. ഞങ്ങൾ പാലക്കാടേക്ക് 7 നോക്കാം തന്നെ. എവിടെ എന്റെ കുട്ടിയുടെ നാട്? മൂന്നാളും മാഷാ അല്ലാ. ബൈപ്പാസിൽ നടത്തോടെ ജില്ല ആൾക്കാർ നോമ്പാലും കണ്ടിന്യൂ ആൾക്കാർ. അപ്പൊ നമ്മളെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണ ഈ ലഹരി ഇല്ലാതാവട്ടെ. കാരണം അത് സ്വന്തമല്ല, ഈ ജാതി മതം പറഞ്ഞിട്ടുള്ള അതും ഇല്ലാതാവട്ടെ. അതും മറ്റൊരു ലഹരിയാണ്. അതെ, യെസ്. എല്ലാ നന്മയും നേരിട്ട് കുട്ടികൾക്ക് ഇൻഷാ അല്ലാ ആരും ഉണ്ടാട്ടെ. പ്രശ്നമായിക്കോട്ടെ. അന്ന് ഞാൻ പോയി ഫോട്ടോ എടുക്കാം. വരും. ഇത് നമ്മളെ ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയൊക്കെ കേട്ടോ. ഫോട്ടോ എന്താണ് കിട്ടുന്നില്ലേ? അതിൽ തിരിച്ചെടുത്താൽ രണ്ട് അടിക്കണ്ടോ? ഇതില് ഡബിൾ അടിച്ചോണ്ട് ഇതിന്റെ അടി കൂടി ലോറി നമ്മളെ മുഖത്തൊന്ന് കാര്യമെന്നാവും. റോട്ടിലെ പഠിച്ചത് ആക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ശുക്രൻ. ആയിക്കോട്ടെ. സലാം. അപ്പൊ ഏതായാലും ഞങ്ങൾ നിർത്തുകയാണ്. ഞങ്ങളിഞ്ഞ് നമ്മളെ നാട്ടില് CWSന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. 6 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് CWSന്റെ ഉദ്യോഗസ്ഥരാണ് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിന്റെ പേരിൽ വന്നിട്ടാണ്. ഞങ്ങൾ പോവുകയാണെങ്കിൽ 6 വയസ്സിന്റെ താഴെയുള്ള അനാഥ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാനാണ് അവർ വന്നിട്ടുള്ളത്. അതിലേക്ക് സ്ഥലം ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥലം സന്ദർശിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അവർക്ക് അത് കൊടുത്ത് നമ്മളെ കുട്ടികളെ, അനാഥ മക്കളൊക്കെ ഇല്ലാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെയുള്ള മക്കൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാപനം നമ്മളെ പാങ്ങിൽ കൊണ്ടുവരാനാണ്. അത് ഏതായാലും നമ്മൾ അഡ്വക്കേറ്റ് ജാബിർ CWSന്റെ മെമ്പർ അദ്ദേഹമാണ് അഭ്യർത്ഥിച്ച. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഒരു 10-22 സെന്റ് 25 സെന്റ് സ്ഥലം അവർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അത് നമ്മളേതായാലും കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നാടൊട്ടാകെ നടക്കട്ടെ. ഇപ്പം ഇന്ന് നമ്മളെ കണ്ടല്ലോ, ചാപ്പനങ്ങാടി സ്കൂളിലെ മാഷ് നേതൃത്വം കൊടുക്കുന്ന 250ഓളം യുവാക്കളും വയസ്സായ ആൾക്കാരൊക്കെ ഈ ലഹരി പോരാട്ടത്തിൽ ഈ വിപത്ത്, ഈ നശിപ്പിക്കുന്ന, നാടിനെ നശിപ്പിക്കുന്ന ഈ ലഹരി എന്ന ആ വിൽപ്പന നടത്തുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും കൂട്ടാൻ പറ്റാത്ത ജന്തുക്കൾ നശിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവർ രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നാസറുമാണ്.